പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം ബാലാഘമാരും ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഹല്ലേലൂയ. ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും
സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹത്വം. ആരാധന. ഈശോയെ, ആരാധനയിലുടനീളം ഈ ആരാധനയുടെ നിയന്ത്രണം ഈശോയെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛനിലൂടെ പ്രദാനം ചെയ്യപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ അടയാളങ്ങള് ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ദൈവസ്നേഹത്തോടെ പാടാം. എന്നുമെന്നും കൂടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ കരങ്ങൾ ദിവ്യകാരുടെ സന്നിധിയിലോട്ട് നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമ്മാനമേ, തിരുവന്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കൈയുടെ വീശുവന്ന് ചേർന്ന് ആരാധന പാടാം മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ശ്രീ ആരാധന. ഹല്ലേലൂയ. രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ എല്ലാവരെയും അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ. സാക്ഷ്യ വിചാരണയുമായി ഉടമ്പടി ധ്യാനം
ആരംഭിക്കുകയാണ്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോസ്തലിക പാരമ്പര്യമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും നമ്മൾ എന്താ ചെയ്യണത്? ഒരു 3 സാക്ഷ്യങ്ങളെങ്കിലും എടുത്ത് വചനാധിഷ്ഠിതമായിട്ടുള്ള വിചാരണ ചെയ്യും. അത് അച്ഛൻ കണ്ടുപിടിച്ച രീതിയൊന്നുമല്ല. സുവിശേഷത്തിലെ നമുക്കറിയാം, നമ്മളുടെ കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2 സ്രോതസ്സിൽ നിന്നാണ്. ഒരു സ്രോതസ്സ് അപ്പോസ്തലിക് പാരമ്പര്യമാണ്. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് കർത്താവിനെ ലോകത്തിന് കൈമാറിയത്. രണ്ടാമത്തത് മരിയൻ പാരമ്പര്യമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറിയത്. അതിന് അവർ കൈവരിച്ച പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അതാണ് കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷയുടെ. അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ കരിസ്മാറ്റിക് ധ്യാനമല്ലാത്തതിൻ്റെ കാരണം. ഇത് അപ്പോസ്തലിക് മരിയൻ റിട്രീറ്റാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോസ്തലൻ എന്താ ചെയ്തത്? അതായത് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പറഞ്ഞുകൊണ്ട് റോമ 15:18 വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്, അതാണ്. അതായത് വിശ്വാസം ഇല്ലാത്തവരുടെ, ക്രിസ്തുവിൽ വിശ്വാസ പാരമ്പര്യമില്ലാത്തവരുടെ എന്താണ് അനുസരണം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒബീഡിയൻസ്. ദാറ്റ് മീൻസ് ഫെയ്ത്ത് ഈസ് ആൻ ഒബീഡിയൻസ്. എന്താണ്? വെളിപാടുകളോടുള്ള അനുസരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വെളിപാടുകളോടുള്ള വ്യക്തിയുടെ അനുസരണമാണ് വിശ്വാസം. ഒന്ന് പറഞ്ഞേ. വെളിപാടുകളോടുള്ള വ്യക്തികളുടെ അനുസരണമാണ് വിശ്വാസം. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസം ഇല്ലാത്തവരെയും വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ വളർത്തപ്പെടാത്തവരെ സുവിശേഷം അറിയിക്കുന്ന രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തലിക് മെത്തേഡ്. ഇതാണ് കൃപാസനം കടമെടുത്തിരിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന്. എന്താ വായിച്ചുള്ളൂ? വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്, വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പൊ എന്താ കാര്യമായി? വാക്കാലും പ്രവൃത്തിയാലും. പിന്നെ എന്താണ്? അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പോൾ വാക്കിന് ബലം നൽകുന്നത് എന്താണ്? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്, ഇല്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഇതാ പള്ളിപ്രസംഗങ്ങളും സുവിശേഷ വേലയും തമ്മിലുള്ള വ്യത്യാസമാണ്. പള്ളിപ്രസംഗങ്ങൾ പലപ്പോഴും സുവിശേഷ വേല അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ്? അവർ കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വേറെ ലെവലിൽ പോകും. വിശ്വാസത്തിൽ അത് പിന്നെ പക്ഷേ ഉപദ്രവം ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ കൃപാസനം ടാർഗറ്റ് ചെയ്യണം അതല്ല, സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരെയാണ്. സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരെ, സീറോ ഫെയ്ത്ത് ഉള്ളവർക്ക് എന്താ വേണ്ടത്? വാക്കാലും പ്രവൃത്തിയാലും. പറഞ്ഞേ. പിന്നെന്താണ്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അടുത്ത എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. കൃപാസനത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയത്തുള്ളൂ. കാര്യം അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും സാക്ഷ്യപ്പെടുത്തുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവന്റെ വചനം. യോഹന്നാൻ 1:1 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത്? കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി.
അതായത് നമുക്ക് അനുഭവം, ഇതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല. വിശ്വാസത്തെ കൈമാറ്റേണ്ടത് എന്താണ്? അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത്? അനുഭവം. നിങ്ങൾ സുവിശേഷം കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കണം. അല്ലെ എനിക്ക് IELTS പാസ്സാകണമെന്നല്ല ചോദിക്കേണ്ടത്. കർത്താവിനോട് ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ? മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാരം കൂടി കുഴച്ചിട്ട് മുള്ളൊക്കെ എടുത്ത് മാറ്റും. ഇതിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വസ്തു വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത്, എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത്. കർത്താവേ, വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കാൻ എനിക്ക് സ്വന്തമായ ഒരു അനുഭവം തരണമേ, ഒരു അതിശയം തരണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 വ്യക്തിപരമായ അനുഭവം ഈ ആരാധനയിലൂടെ നൽകണമേ. ഹല്ലേലൂയ. കടിച്ചാൽ പൊട്ടാത്ത കുറേ വചനങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ വിശ്ലേഷിച്ച് തന്നിട്ട് നിങ്ങൾ ഉണ്ടുകൂട്ടി തിന്നിട്ട് എന്ത് കാണിക്കാനാ? വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ. ഇതാണ് പ്രശ്നം. വ്യക്തിപരമായിട്ട് സഭയിൽ. അതുകൊണ്ട് ഭജനം എന്താ പറയുക? അപ്പോസ്തല പാരമ്പര്യം എന്താ? ഭജനം എന്താണ്? ഹെൽപ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 2 Corinthians 1:4. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 Corinthians 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അപ്പോസ്തലന്മാരുടെ സഭയുടെ ലക്ഷ്യം എന്താണ്? ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം, സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം. സ്വന്തമായിട്ട് തിയോളജി ഫിലോസഫി മാത്രം പഠിച്ചിരുന്ന സുവിശേഷ പേര് നടക്കത്തില്ല. കറക്റ്റല്ലേ? അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. പറഞ്ഞേ, ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ. അതായത് നമുക്ക് വ്യതകൾ ചെറിയ വ്യതകളാണ്. എന്തെല്ലാം തരം വ്യതകളാണ് മനുഷ്യനെ ഉള്ളത്. അതായത് രോഗവും വ്യാധികളല്ല, മാറാത്ത രോഗമാണ് വ്യാധി എന്ന് പറയുന്നത്. അതിനേക്കാൾ വ്യഥകളെന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഡകളാണ് വ്യഥകളെന്ന് പറയണത്. അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ 34 വയസ്സായി, കല്യാണം ഒക്കണില്ല. അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കണത്? അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിയുടെ കല്യാണം നടത്താൻ. അതാണ് വ്യഥ, അതല്ല വ്യഥ. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഭാഗോടമ്പടി നടക്കണില്ല, അതിന് 10-16 അവകാശികളാണ്. നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല, അവകാശികൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും. പക്ഷെ അത് കാരണം, വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല. അതാണ് വ്യഥ. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള്. ഇതെല്ലാം അതാണ് ബൈബിൾ പറയണത്. എന്താണ് പറയണത്? ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വസിപ്പിക്കുന്നു. ബേസിക് ആയിട്ട് ദൈവത്തിൻ്റെ നടപടി എന്താണ്? ക്ലേശങ്ങളിൽ നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ്. അത് ക്ലേശങ്ങളുടെ, മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള ക്ലേശങ്ങൾ. ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്ലേശങ്ങളെന്ന് പറഞ്ഞ പോലെ കഥയുണ്ടാ. എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ചൊറിയായാലും ക്യാൻസർ ആയാലും വേദന ഒരുപോലെയാണ്. അനുഭവിക്കുന്നതിന് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇന്നത് ചെറുത്, ഇന്നത് വലുതെന്നും പറയാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണത്. നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ് ഓ ഇതാണ് ആ കാര്യം, ഇവിടെ ക്യാൻസർ 4ാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അവർക്കത് വിഷയമാണ്. അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ക്യാൻസർ 4ാം സ്റ്റേജിൽ കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിലെ മകള് ഡൈവേഴ്സായ കാര്യം കേൾക്കും. എന്താ അവർക്കതാണ് പ്രശ്നം, അതാണ് ഓരോ തരത്തിൽ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ദൈവം എന്ത് കൃത്യമായിട്ടാണ്, ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സ് ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സില്ലേ, ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. നിങ്ങൾ പറയുന്ന വിഷയമില്ലേ വ്യതകൾ, ഈ വ്യതകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. എക്സ്ട്രാ ഗ്രേസ്, അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്തിൽ ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കും. കൈ ഇടിച്ച് കർത്താവേ ദൈവത്തിൻ്റെ ഫൗണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനഃസ്ഥിതി എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ്. ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇതിന് അനുഗ്രഹം മാത്രം പോരാ, പിന്നെന്ത് വേണം? കൃപ വേണം. അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിൾ കരുണ കൃപയെന്നൊക്കെ പറയുന്നത്. കരുണ കൃപയെന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിൽ കിട്ടുന്നതിനാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ നമ്മുടെ കഴിവില്ല, നമുക്കതിന് കഴിവില്ല. ആ കഴിവില്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമാവർത്തൻ്റെ 7:7 എടുത്തേ, നിയമാവർത്തന് 7:7, 8:7 എടുത്തേ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും പറഞ്ഞേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ കൈയടിച്ചു പാടുക. നാഥാ നീ മതിയിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ എന്താ പറയുക, അതായത് വാട്ട് ഇസ് ദ കോസ് ഓഫ് യുവർ നിങ്ങളെ സെലക്ട് ചെയ്തത്, സെലക്ഷൻ എന്താണ് കാരണം? നിങ്ങളെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സെലക്ട് ചെയ്തല്ലേ? എത്രയോ അകലയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ടതല്ല, കഴിവില്ലാത്തത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവേ. നമ്മുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത്, ആത്മധൈര്യം കൂടുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ കൂട്ടി നോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കണത്? ആത്മധൈര്യം നഷ്ടപ്പെടും. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ
അയോഗ്യതയാണ് ആത്മധൈര്യം. നിയമാവർത്തനം 7:7 തന്നെ ഒരിക്കൽ കൂടി വായിക്കുക, അപ്പോഴും അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും ശ്രദ്ധിച്ചേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. ഇതാണ് ഞാൻ അയോഗ്യതയാണ് ആത്മധൈര്യത്തിന് അടിസ്ഥാനം. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം. കർത്താവ് എനിക്ക് അനുഗ്രഹവും അഭിഷേകവും നൽകാൻ ആദ്യ കാരണം. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഇതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഭജന ശുശ്രൂഷ എന്നൊന്നും പറയരുത്. ഇതൊരു ആധ്യാത്മിക ആഹാരമാണ്. നമ്മളിങ്ങനെ ആശയപരമായ ലോകത്തിലല്ല സംസാരിക്കുന്നത്. നമ്മളെന്താണ് അനുഭവ തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനത് ഉപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വഴുതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കത്തില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനായ ഇടവകയുടെ വസ്തു കൈകയറി 40 കൊല്ലമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അയാളുടെ കൂടെ ഉണ്ട്. കാര്യം ഞാനിവിടെ ചെന്നപ്പോൾ പോലീസുകാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസിൽദാറിൻ്റെ അടുത്ത് കൊടുത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് 6 മാസം അവിടെ എൻ്റെ കൈക്കാരനെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ 40 കൊല്ലത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയക്കാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചു കൊടുക്കുക. ഞങ്ങൾ അളക്കാൻ പോകണം. അങ്ങനെ അളന്ന് 6 മാസം കൊണ്ടാണ് കൊടുത്തു തീർത്തത്. 110 അവകാശത്തിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കടമ്പറ്റിക്കാരും കൂടി ഞാൻ ജോമാലയം എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മൾ വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ്. കാര്യം നമ്മളുടെ ഒരു 10-20 സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പന്മാരും മരിച്ചു പോയപ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോക്കാനും തിരികെത്തിക്കാനും കൊടുത്ത കാശാണ്. ഓരോരുത്തരെ അതിൻ്റെ അകത്ത് എൻക്രോച്ച് നോക്കാൻ ആരില്ല, അതുകൊണ്ട് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവേനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ നൊവേന തുടങ്ങിയത്. അപ്പോൾ അമ്മേനോട് പറഞ്ഞ് അത് നമ്മുടെ വസ്തുവാണ്, വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു 10-12 പേര് ഞാൻ ജോമാലം ചൊല്ലി അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് പേര് കെട്ടപ്പോയി. അളന്ന് കിട്ടിയപ്പോഴുണ്ട് 20 സെൻറ്റ് അവരുടെ അകത്താണ്. അപ്പോൾ അത് 20 സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ജോമാലം ചൊല്ലിക്കൊണ്ട് തെങ്ങിൻ്റെ മുട്ടി അവിടെ ഇരുന്ന് ലോഹയിട്ട് ജോമാലം ചൊല്ലിക്കൊണ്ടിരുന്ന്. എന്താണ് ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ്. നമ്മൾ ജോമാലം ചൊല്ലിക്കൊണ്ട് പോകണേ എന്തിനാ? അന്ന് അമ്മ ഉടമ്പടി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2002 ചരിത്രമാണ് ഈ പറയണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ നമ്മൾ ചിലപ്പോൾ 2 തല്ല് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജോമാലയം പിടിച്ചുകൊണ്ട് പോകും. അപ്പം പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു, നീ പോകണമെന്ന് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും, ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് ചോദിച്ചായിരുന്നു. എപ്പോഴും ഉള്ള പ്രശ്നമാണിത്. ഇതെല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ്. സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസസിനോട് പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ്. 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതെ. മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്.
നമ്മളെ ചുറ്റും നമ്മളെ സഹായിക്കാനാ സപ്പോർട്ട് ചെയ്യാനാ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിഭജിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 13:33 മോശത്തിന് ഉത്തരവുണ്ട്. ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക മുന്നോട്ട് പോകുക എന്ന് പറയണ്ടേ? പക്ഷേ ആരാണ് നീ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയണത്? ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോസസ് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ കേസിന് പോകുന്നു. ആരാണ് എൻ്റെ കൂടെ വരിക? ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക? ആരെയും ഞാൻ കാണുന്നില്ല, ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോശസ് തൊട്ടുള്ള എല്ലാവർക്കും ഉണ്ടായെന്ന് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് മോശസ് ചോദിക്കണത്, ആരെയാണ് മുന്നോട്ട് പോകുക നീ പറയണ്ടേ? ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? അവനും ദൈവം മറുപടി പറയും. ആരെയും മാനുഷികമായ ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ, വീടിനോ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തേക്ക്, നിൻ്റെ വസ്തു തന്നെ കൈകേറിയ ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിൻ്റെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട്. അതാരാണ്? 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും. കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.